പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഗതി പരഗതി ഇല്ലാത്ത സമയത്ത് കുറേ സിനിമ കണ്ടിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അത് ഇത് നിന്നാൽ മതി, ഫോട്ടോ എടുക്കാം. ഓ റെഡി. അത് ഞാനിത് കുറേ തവണ കണ്ടുകൊണ്ട് നമുക്കൊരു അഭിപ്രായമൊക്കെ പോയി. എന്നാലും ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഒരു PVR സിനിമ കാണുന്നത്. കുറേ വർഷങ്ങളായിട്ട് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഗതി പരഗതി ഇല്ലാത്ത സമയത്ത് കുറേ സിനിമ കണ്ടിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ പണ്ട് കപ്പ്യാറിൻ്റെയൊക്കെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്, കുഞ്ഞിരാമേൻ്റെ സിനിമ കണ്ടത് എനിക്ക് തോന്നുന്നു തിര കണ്ടിരുന്നു. പിന്നെ ഏകദേശം ഒരു 10-12 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ഇത്രയധികം കാണുന്നത്. അപ്പം നമ്മൾ ഓർഗാനിക്കായിട്ട് വരുന്നൊരു ആൾക്കാരുണ്ടല്ലോ. കാരണം ഫസ്റ്റ് ദിവസത്തെ റിവ്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ്റർഡേ സൺഡേ നമുക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു കളക്ഷൻ വന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ കയറി. അപ്പം തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് ഇപ്പോൾ കണ്ട ആൾക്കാരൊക്കെ പടം കേട്ടും വേർഡ് ഓഫ് മൗത്തിലൂടെ വന്നിട്ട് കേട്ടറിഞ്ഞിട്ട് വന്ന ആൾക്കാർ. അപ്പം നമ്മളിത് വളരെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന സാധനം എന്ന് വെച്ചാൽ ഇത് കുഞ്ഞു സിനിമ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ അന്ന് പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കോവിഡ് റെസ്ട്രിക്ഷനുള്ള സമയത്ത് നമ്മളത് ചെയ്ത സിനിമയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-4.5 വർഷത്തെ ഇതിന് പഴക്കമുണ്ട് ആ രീതിയിൽ സിനിമയ്ക്ക്. കാരണം അതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റും ഒരു പോലീസ് സ്റ്റേഷനും മാത്രമേ ഉള്ളൂ. പിന്നെ ഡാരൻ ചേട്ടൻ ഇത് ടേക്ക് ഓവർ ചെയ്താണ് ഈ സിനിമ. കാരണം വേറൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഡാരൻ ചേട്ടൻ ടേക്ക് ഓവർ ചെയ്തു. ഡാരൻ ചേട്ടൻ വലിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്. മിന്നലും RDXൻ്റെ ഒക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഇവർ. അപ്പം ഇവർ നമ്മളോടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത്, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഇത് ടേക്ക് ഓവർ ചെയ്തു. കാരണം ഇതൊരു ചെറിയ ബജറ്റിൽ അന്ന് ചെയ്ത സിനിമയാണ്. അന്ന് എല്ലാവരും ജോലിയില്ലാതിരുന്ന സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷനകത്ത് നിന്നുകൊണ്ട് കോവിഡ് ഫസ്റ്റ് വേവ് കഴിഞ്ഞ ബ്രേക്കിന് സമയത്ത് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ചെറുതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇറക്കാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ കുറേ സമയം എടുത്തിട്ട് ഇവരെ പിന്നെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊരു പടം ചെയ്തു, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതിൻ്റെ റിലീസുണ്ട് ഇനിയിപ്പോൾ മെയിൽ. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഡിസ്കഷൻ വരികയും നമ്മളിത് ഇറക്കാം എന്നുള്ള തീരുമാനം എടുക്കുക. കാരണം അന്ന് നമ്മളത് OTT സിനിമയായിട്ട് ചിന്തിച്ച സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനൊരു ചെറിയ ഒരു സിനിമ എന്നുള്ളൊരു, അതുകൊണ്ടാണ് നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോഴും ചെറുത് എന്നുള്ള. പിന്നെ ആ സമയത്ത് നമുക്കിത് കൊറോണ പരിപാടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ഇറങ്ങിയ ശേഷം നമുക്കത് പറയാം.